യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഒടുവിൽ ജാമ്യം. രാഹുൽ മാങ്കൂട്ടത്തിലിന് എല്ലാ കേസുകളിലും ജാമ്യം അനുവദിച്ചു. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഉപാധികളോടെ 2 കേസുകളിൽ കൂടി ഇന്ന് ജാമ്യം അനുവദിച്ചത്. മ്യൂസിയം കേസിലും ജാമ്യം ലഭിച്ചതോടെ രാഹുൽ അധികം വൈകാതെ തന്നെ ജയിൽ മോചിതനാകുമെന്ന് മനസ്സിലാക്കുന്നു. അഖിൽ പാലോട്ട് മഠമാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. അഖിൽ, 8 ദിവസത്തിന് ശേഷമാണ് രാഹുൽ ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമോ? എന്തൊക്കെയാണ് ജാമ്യ ഉപാധികൾ? കഴിഞ്ഞ കുറച്ച് ദിവസമായി ജയിലിൽ കഴിയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് നിലവിലുണ്ടായിരുന്ന എല്ലാ കേസുകളിലുമാണ് തിരുവനന്തപുരം സെഷൻസ് കോടതി ഇപ്പോൾ ജാമ്യം ഉപാധികളോടെ അനുവദിച്ചിരിക്കുന്നത്. എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 10 മണിക്കും 1 മണിക്കും ഇടയിൽ കണ്ടോൺമെന്റ് സ്റ്റേഷൻ പരിധിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ ഒപ്പിടണം. അതുപോലെ തന്നെ പൊതുമുതൽ നശീകരണത്തിന്റെ തുക അടയ്ക്കണം എന്നിങ്ങനെ കണ്ടീഷൻ ബെയിലോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നിലവിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോടതിക്ക് മുമ്പാകെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസൊക്കെ പരിഗണിച്ചിരുന്നെങ്കിലും ഒക്കെ തന്നെ പ്രോസിക്യൂഷൻ അത് നൽകാൻ സാധിക്കില്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷെ അതിന് വിഭിന്നമായി ഇന്ന് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ രാഹുലിന്റെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി അറിയിക്കുകയും രാഹുലിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചിട്ടുള്ള രേഖകൾ കൂടുതൽ സമർപ്പിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇന്ന് 2 കേസുകളിൽ കൂടി, അതായത് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത 2 കേസുകളിൽ കൂടി രാഹുലിന് ജാമ്യം ലഭിച്ചത്. പിന്നീട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത DGP ഓഫീസ് മാർച്ചിലും ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടതിലും ജാമ്യം ലഭിച്ചിരിക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഏകദേശം ഒരു 6 മണിയോടുകൂടി തന്നെ രാഹുൽ മാങ്കൂട്ടം ഞാൻ ഇപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലാ ജയിലിൽ നിന്ന് മോചിതനാകും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇവിടേക്ക് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ VP ശ്രീനിവാസ് അടക്കം കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ തന്നെ നേതാക്കൾ എത്തും എന്നും അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും ഒക്കെ തന്നെ പ്രവർത്തകർ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് അവർ എത്തുന്നത്. അല്പസമയം മുമ്പ് ഇവിടെ എത്തിയ രാജ്മോഹൻ ഉണ്ണിത്താൻ MP അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെതിരെ സമരം നടത്തുന്ന യുവജന പ്രസ്ഥാനങ്ങളുടെ നേതാക്കളെയൊക്കെ തന്നെ അക്കാരണങ്ങളാൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. ഇത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ പിണറായി വിജയനെതിരെയുള്ള വലിയ സമരങ്ങളായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന ഒരു മുന്നറിയിപ്പ് കൂടി രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് നിലവിൽ രജിസ്റ്റർ ചെയ്ത 4 കേസുകളിലും ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഏകദേശം 6 മണിയോടുകൂടി തന്നെ രാഹുൽ മാങ്കൂട്ടം പുറത്തേക്കെത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചിരുന്നതാണ്. ആ ഘട്ടത്തിലൊക്കെ തന്നെ പോലീസ് പറഞ്ഞത് പോലീസിനെ ആക്രമിക്കുകയും പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന പ്രതികളെയും ഒക്കെ തന്നെ മോചിപ്പിക്കുകയും ചെയ്ത കേസിൽ പ്രധാന കണ്ണി എന്ന് പറയുന്നത് അത് രാഹുലാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകുന്ന കാര്യത്തിൽ കോടതി പരിഗണിക്കരുത് എന്നൊരു ആവശ്യമാണ് കോടതി മുമ്പാകെ പോലീസും പ്രോസിക്യൂഷനും ഒക്കെ തന്നെ വെച്ചത്. പക്ഷേ ഇത് മുഖവിലക്കെടുക്കാൻ കോടതി അനുവദിച്ചില്ല. കാരണം കോടതിയിൽ പറഞ്ഞത് ഒരു കാര്യമെന്ന് പറയുന്നത് പൊതുപ്രവർത്തന രംഗത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ സമരമൊക്കെ ഉണ്ടാകുമ്പോൾ ആ തരത്തിലാണോ പൊതുപ്രവർത്തകരെ കൈകാര്യം ചെയ്യാൻ പോലീസ് തയ്യാറാകുന്ന ഒരു വിമർശനം കൂടി പോലീസിന് നേരെ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്ത കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 3 കേസിലും മ്യൂസിയം പോലീസിൽ രജിസ്റ്റർ ചെയ്ത 1 കേസിലും രാഹുലിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. പ്രധാനമായും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, മാർഗതടസ്സം, പൊതുമുതൽ നശിപ്പിച്ചു, അത് അസംഘടിതമായി ആൾക്കൂട്ടത്തെ സംഘടിപ്പിച്ചു, അങ്ങനെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഈ കേസുകളിലെല്ലാമാണ് ഇപ്പോൾ രാഹുലിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ശരി അഖിൽ.